മാമി കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ടെസ്റ്റ് പേപ്പർ ഇല്ലായിരുന്നോ മാമി അതിന് എനിക്ക് മാർക്ക് കുറഞ്ഞ്. ഏത് ഇവിടെ ഇരുന്ന് പഠിച്ചതിനാ? എത്ര മാർക്ക്? 10-ന് 9.5. അരമാർക്ക് ഇവിടെ കൊണ്ട് കളഞ്ഞു. എന്താ മാമി 9.5 കിട്ടിയ സന്തോഷിക്കണ്ടേ? 9.5 കിട്ടിയതല്ല, എന്തോരം ഇവിടെ നിന്ന് ഞാൻ പഠിപ്പിച്ചതാ. അരമാർക്ക് കളഞ്ഞില്ലേ? ഇനി വരണ്ടേ? മാമി എന്റെ അമ്മയായിരിക്കും. ഞാൻ ഇങ്ങനെ എപ്പോഴും പറ്റിക്ക് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കും. 9.5 എന്ന് പറയുമ്പോ അമ്മയുടെ ഒരു സന്തോഷം കാണണം. എന്റെ ദൈവം, ഇതേപോലെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താണ് നമ്മള്. എന്നാലും അരമാർക്ക് എന്ന് പറഞ്ഞാലേ എനിക്ക് ഫുള്ള് കിട്ടിയ ഉമ്മതാ. ഫുള്ള് കിട്ടിയില്ലല്ലോ. 9.5 വെച്ചാ 10 അല്ലേ ഉമ്മതാ. എന്നാലും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ല. അത് മറന്നുപോയി. വലിയ കാര്യമൊന്നുമല്ല, എനിക്ക് എപ്പോഴും ഫുള്ള് കിട്ടണം. നീ വെറുതെ ഇരിക്കണം, അത് മടിക്കാതെ ചുരുട്ടി കൂട്ടിയല്ലേ ആ മുണ്ട്. ഇതാണ് മടക്കം. ഐസ്ക്രീമോ? എവിടെ ഇത് മാറ്റിച്ച? ഇതേ ഏട്ടൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴി കൊണ്ടുവന്നതാ. എവിടെ ഐസ്ക്രീം? എവിടെ ഐസ്ക്രീം? ഞങ്ങൾ തിന്നു. നിന്നെ വിളിച്ചതാണല്ലോ, നീ വന്നില്ലല്ലോ. എപ്പോ വിളിച്ച്? അപ്പൊ ഡാഡി പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്നായിരുന്നു. അപ്പൊ നിന്റെ ഡാഡി പറഞ്ഞു നീ ഉറങ്ങുവാണെന്ന്. എന്നാലും മാമിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു അമ്മേ. ഞാൻ പറഞ്ഞതാ ഒന്ന് ഉറക്കത്തിൽ നിന്ന് പിടിക്കാനായിട്ട്. അപ്പൊ പറയുവോ ഉറങ്ങിപ്പോയി രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ്. ഫ്രിഡ്ജില് വെച്ചിടായിരുന്നോ? ഫ്രിഡ്ജില് വെക്കണമെന്നൊക്കെ വിചാരിച്ച്, പിന്നെ TV കണ്ടു ഞങ്ങൾ ഇങ്ങനെ മൊത്തം തിന്നുപോയി. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ, അതല്ലേ നിനക്ക് ഇഷ്ടം? ആ അതായിരുന്നു. ഫുള്ള് തിന്നു. ഞാൻ പോണ. എവിടെ പോണു? ഇവിടെ ഇരിക്കേ. അല്ല എനിക്ക് വീട്ടില് പഠിക്കാണ്ട്. അയ്യോ ഇവിടെ ഇരുന്ന് ഞാൻ ബോറടിച്ച്. ഇവിടെ ഇരിക്കേ പ്ലീസ്. ഇല്ല ഞാൻ പോയി തരാം. ഇവിടുത്തെ കത്തി എന്ത് ചെയ്ത ദൈവമേ? കത്തി കണ്ടോ ക്ലീറ്റോ? ആ തങ്കം, നീ ഒരു 1000 രൂപ തരാണ്ട് കേട്ടോ. ആർക്ക്? എനിക്ക് എങ്ങനെ? അല്ല, എനിക്കൊന്ന് ഉദ്ദേശിച്ചത് പാർട്ടി ഫണ്ടിലേക്ക്. സവാള വെച്ചിട്ട് ഞാൻ നല്ലൊരു ഇടിയാൻ തന്നെയാണ്. നീ വരുമാനമുള്ള ഒരാളല്ലേ? അല്ല, എനിക്ക് വരുമാനം ഇല്ല. 500 രൂപയ്ക്ക് കിട്ടുന്നൂടെ? നാണാവില്ലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ട് റോഡിലോട്ട് ഇറങ്ങും. അത് ആ പിരിവുണ്ട്. ഇത് അതിന് മുമ്പായിട്ട് നമ്മളെ ഈ ഓരോ അണികളും അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരെ എന്നൊക്കെ ഒരു ചെറിയ ഓഹരി അത് മേടിക്കണമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ക്ലീറ്റോ എന്ത് കൊടുത്ത്? എന്നല്ല, ക്ലീറ്റോ എന്ത് കൊടുത്തു നിങ്ങളുടെ പാർട്ടി ഫണ്ടിലോട്ട്? ഞാൻ കൊടുക്കണ എന്റെ അധ്വാനം ഉണ്ടല്ലോ. വളഞ്ഞു തിരിയല്ല വേണ്ടത്, നിങ്ങൾ പൈസയായിട്ട് എന്ത് കൊടുത്തു? ഞാനിപ്പോ നല്ലൊരു തുക എല്ലായിടത്തും കൂടെ അത് ഞങ്ങളുടെയൊക്കെ പൈസ നിങ്ങൾ എന്ത് കൊടുത്തെന്നാ ഞാൻ ചോദിച്ചേ. ഒരു രൂപ അധ്വാനത്തിന്റെ കാര്യമൊന്നും വലിയ കാര്യമായിട്ട് പറയണ്ട. ഞാൻ കാണാറുണ്ട് എന്തോരം അധ്വാനിക്കുന്നു. 1 രൂപ നിങ്ങളുടെ പാർട്ടി ഫണ്ടിലോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെ, ഇപ്പൊ ഇവിടുന്ന് പോണേന് ഞാൻ വല്ലതും തരണോ? ഒന്നും തരണ്ട, പൊയ്ക്കോ. ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും 1000 രൂപ അങ്ങോട്ട് പറഞ്ഞ ഉടനെ അങ്ങനെ എടുത്ത് തരുമല്ലേ ഞാൻ. എന്താടി ഇന്ന് നിന്റെ മുഖം ഇങ്ങനെ തോട് കണക്കിനിരിക്കുന്നു? എന്താന്ന്? ഐസ്ക്രീം ഒക്കെ എന്നിട്ടെന്ത് ഐസ്ക്രീം തീർന്നു പോയാ? കുടിച്ചു മതിയായില്ലേ? എത്രയൊക്കെ കുടിച്ചാൽ മതി, ഒരുപാടൊന്നും കുടിച്ചുകൂടാ. എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ലേ? എന്ത് നിനക്ക് കിട്ടാതെ പിന്നെ ഇത് ആര് കുടിച്ചു? അവളൊറ്റയ്ക്കാ? എന്ത് പറ്റി? ഇന്നലെ കനമ്മക്ക് ഐസ്ക്രീം വാങ്ങിച്ചേ. ഇന്നലെ രാത്രി ഡാഡി അടുത്ത് ഞാൻ എവിടെയും ചോദിച്ചു ഐസ്ക്രീം തരാൻ വേണ്ടി. ഡാഡി പറഞ്ഞു അവള് ഉറങ്ങിയിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചാ? ആര് ചോദിച്ചു? എപ്പോ ചോദിച്ചു? എന്റെ അടുത്ത് ആരും ഒന്നും ചോദിച്ചില്ല. ഇന്നലെ രാത്രി ചോദിച്ചില്ലേ? അവക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട് കേട്ടാ. കള്ളത്തരം എന്ന് പറഞ്ഞ ഇതുപോലെ കള്ളി. അതിന് ഞാൻ അവളെ എപ്പോ കണ്ടു? ഭക്ഷണം കഴിച്ച് നമ്മളെ കഥ അടച്ചിട്ട് കിടന്നില്ലേ? അവള് വെറുതെ പറഞ്ഞായിരിക്കും. അങ്ങനെ ആ മാമനും മാമയും അങ്ങനെ ചെയ്യൂല മോനെ. വളരെ മോശമാണ് ഇത്രയും സാധനം. അല്ലെ ഒരു നുള്ളു കൊച്ചു അവൾ എപ്പോഴും പറയില്ല തേനാണ് പാലാണ് തക്കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്ന്. ഒരു ശകലം കൊച്ചിന് ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട്, അത് ഉറങ്ങിപ്പോയെങ്കിൽ.
നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മ നാളെ ഒരെണ്ണം മേടിച്ചു. നാളെ അല്ലേ എനിക്ക് നിന്ന് ചോദിക്കണം. നിങ്ങൾ എന്തിനു വേണ്ട ചോദിക്കണ കാര്യം അവർക്ക് തരാൻ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ വിചാരിച്ചാൽ അതല്ല, ഒരു മര്യാദയുണ്ട്. കൊച്ചിനെ കൊടുക്കാതെ പോട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ അതിനെ ഇത് കാണിക്കരുത്, ഇതിനെടുത്ത് അങ്ങ് കളയണം. അതിന് വിഷമാവോ എനിക്കറിയാം. നീ വിഷമിക്കണോക്കളെ. നിങ്ങളിത് എവിടെ പോവാണെന്ന് എന്നിട്ട് അവിടെ കള്ളം പറഞ്ഞു എന്തിനാ? എന്നോട് ചോദിച്ചു ഞാൻ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു എന്തിനാണ്? അപ്പൊ ആവശ്യമില്ലാത്ത കള്ളം പറയണത് എന്തിനാണ്? ഞാൻ മോശക്കാരനായില്ലേ? അത് എനിക്ക് ചോദിച്ചിട്ടാണ് ബാധിക്കാരുള്ളൂ. അങ്ങനെ പറയരുത്, മോശമാണ്. യമന്തേ യമന്തേ, ആഹാ എനിക്കിത് അങ്ങനെ നീ മിണ്ടരുത്. നിങ്ങളുടെ ഇന്നലെ ഇവിടെ ഐസ്ക്രീം മേടിച്ചായിരുന്നോ? മേടിച്ചെങ്കിൽ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞോ? അതിന് ഇവിടെ ഐസ്ക്രീം മേടിക്കണത് നിങ്ങളോട് എന്തിനാ പറയുന്നത്? അതെ, ഇന്നലെ നീ ഈ കൊച്ചവിടെ ഉറങ്ങിയല്ലോ നീ എന്നോട് ചോദിച്ചോ? ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ? എപ്പാ? നുണ പറയരുത്. നിന്നോടൊക്കെ വർത്താനം പറഞ്ഞാലേ ശരിയാവൂലേട്ടാ. അവൻ വരട്ടെ. നീ ചെയ്തത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത് ഒരു ഐസ്ക്രീം തിന്നത്? ഒരു ഐസ്ക്രീം തിന്നതല്ല, ഇങ്ങനെ ആരും കാണാതെ ഒളിപ്പിച്ച് തിന്നണത്. ഞങ്ങളുടെ വീട്ടിൽ ആ സംസ്കാരം ഇല്ല. എന്റെ നാത്തൂന് ഒരു ഐസ്ക്രീം തിന്നുന്നത് എന്തിനാ വിളിക്കുന്നത്? അതാ ചോദിക്കണേ, ഒരു ഐസ്ക്രീം തിന്നണേന് ഒരു സ്പൂൺ ആ കൊച്ചിന് കൊണ്ട് കൊടുക്കണേന് നിനക്ക് എന്ത് പഴച്ച്? നിനക്ക് എന്ത് സംഭവിക്കും? ഒരു സ്പൂൺ നീ അപ്പടിയും കൂടി വിഴുങ്ങിയല്ലോ ഐസ്ക്രീം എടുത്തിട്ട്. നീ തിന്നോ ജമന്തി? അത് എന്റെ കൊച്ചിനെ കാണിച്ച് കൊതിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഏട്ടൻ എന്തെങ്കിലും മേടിച്ചു വരുമ്പോ ഞങ്ങൾക്ക് രണ്ടു കൂടി ഇരുന്ന് കഴിക്കണ്ടേ? നല്ല കാര്യം. നിന്റെ വീട്ടിൽ നിനക്ക് നിന്റെ ചേച്ചിക്കോ ആങ്ങളൊക്കെ ഒരു കൊച്ചുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുവോ? അത് നിങ്ങൾക്ക് കൊടുക്കാതെ ഇതാരാ നിന്റെ? ഇതാരാ? ഒരു മുട്ടായി കഷ്ണം കിട്ടിയ ജമന്തി മാമിക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ അവള് വരൂലേടി. എന്നിട്ടൊക്കെ ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേനും കൊതി കൊണ്ട് പറയണതല്ല, അതിന്റെ വിഷമം കണ്ടിട്ട് പറയണതാ ഞാൻ. വേണ്ട, ഒന്നും പറയണ്ട. ഇവൾക്ക് ചുമ്മാ പറയണാണ്. കൊച്ചു തേനാണ്, പാലാണ്, ചക്കരയാണ്, അടയാണെന്ന് പറഞ്ഞിട്ട്. ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ കൊച്ചിന് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാനുള്ള കഴിവ്, അതിനുള്ള പണി ഞാൻ ഞങ്ങൾക്കുണ്ട്. ഐസ്ക്രീമിന് ഇവിടെ ആരും ഐസ്ക്രീം മേടിച്ചില്ല, കണ്ടിട്ട് പോലുമില്ല ഞാൻ. എന്റെ കൊച്ചിനെ ഇന്ന് ഐസ്ക്രീമിൽ ഞാൻ കുളിപ്പിക്കും. ഇത് മേടിച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം ഇവിടെ പൊട്ടി മുളച്ച് വന്നോ? നാത്തൂന് ഞാൻ പറയട്ടെ, ഇവിടെ വേണ്ട ജമന്തി, നിന്നെ നീ ഐസ്ക്രീം കഴിച്ചിട്ടില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? ഇനി നീ ജമന്തി മാമിനെ കാണുന്ന പറഞ്ഞ് മോടി കൂട്. അതെ, എത്രയും പെട്ടെന്ന് 2 പെട്ടി ഐസ്ക്രീം എന്റെ വീട്ടിൽ ഇറക്കിത്താ. എടാ, എവിടെ നിന്നൊന്നും അറിയണ്ട. ഏറ്റവും രുചിയുള്ളതും ഏറ്റവും വില കൂടിയതും. ആ കാര്യമുണ്ട്. പൈസ നീ നോക്കണ്ട, എവിടെ നിന്നാലും മേടിച്ചല്ലോ. പെട്ടെന്ന് മേടിച്ചല്ലോ. അതെ, എന്റെ കൊച്ചിനെ ഞാൻ ഐസ്ക്രീമിൽ കുളിപ്പിക്കും, ഐസ്ക്രീമിൽ കിടത്തി ഉറക്കും. നോക്കിക്കോ. മനസ്സിലായല്ലോ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മതി. എന്നാ പാടിവിടെ. ഹലോ. എത്ര കളയാ? 500. കൊണ്ടുകൊടു തങ്കം. പൈസ അല്ല വലുത്, ആത്മാഭിമാനമാണ് വലുത്. കൊച്ചി തിന്നട്ടെ. പൈസ എടുത്തോണ്ടാ പോയി. അതിന് കുടുംബശ്രീ കൊടുക്കാനുള്ള 500 രൂപ. എന്റെ തങ്കം, കുടുംബശ്രീക്കൊക്കെ നമുക്ക് കൊടുക്കാം എവിടുന്നേലും. കൊച്ചിന്റെ മനസ്സ് സന്തോഷിക്കണം. അത് കടമായിട്ട് കിടക്കാനും പാടില്ല. അത് തിന്നിട്ട് അതിന്റെ വയറ് നിറയട്ടെ. അടുത്ത ആഴ്ച തരാന്ന് പറയോ? ഈ കളിക്കലാമ അവന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിച്ചോണ്ടോ? പൈസ എടുത്തോണ്ടാ പോയി. അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ വീട്ടിൽ അല്ലേ? ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്? പാർട്ടി ഫണ്ടിലാണ് 300 കേട്ടാ. ഇത് എന്താണ് അവർക്ക് ഇഷ്ടമുള്ള കളറൊക്കെയാണ്. ഏറ്റവും കൂടിയതാണ് ഇത്, ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ചോക്ലേറ്റ് അങ്ങനെ നമ്മളെത്താണ് കളി അവിടെ. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് 2 പെട്ടി. എന്റെ കൊച്ചിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവർത്തിയിടവും നമുക്കുണ്ടായിട്ടില്ല. ഒരു കുറവും വരാതെ തന്നെ അതിനെ വളർത്തിയത്. എന്നാലും എന്റെ ക്ലീറ്റ് ഇത് കുറച്ച് അതിക്രമമായി. എന്താ അതിക്രമം? പിന്നെ 500 രൂപയ്ക്ക്. 500 രൂപ അല്ല തങ്കം വലുത്. കൊച്ചിന്റെ സന്തോഷം അവള് കാണിച്ചത് നീ നോക്കിയാണ്. എന്നാലും 500 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ഈ കുരുക്കിട്ടി സാധനം. ഇതെന്തിനു 2 എണ്ണം മേടിച്ചെന്നാ 1 എണ്ണം മേടിച്ചാൽ മതിയായിരുന്നില്ലേ? ഇല്ല, എന്റെ കൊച്ച് ഇന്ന് മനസ്സും വയറും നിറഞ്ഞത് തിന്നണം. ഇനി ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അത് ഒരിടത്ത് പോയി വിഷമിക്കരുത്.
എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ 500 പിന്നെ രൂപ ഞാൻ വെറുതെ പറഞ്ഞതാ അത്. എടി അവക്ക് മറ്റേ അതേപോലത്തെ ഒരു സാധനം മേടിച്ചു കൊടുത്താൽ അത് പോരാ. അത് ഇനി എന്റെ മനസ്സിന് സമാധാനം വരൂല. എനിക്ക് എന്റെ കൊച്ചിന്നിരുന്ന് ഇത് മുഴുവനും തിന്നണ കാണണം എനിക്ക്. തക്രിമോനെ എന്നാ നീ ഐസ്ക്രീം കിട്ടില്ല എന്നും പറഞ്ഞ് വിഷമിക്കണ്ട. മുഴുവനും കഴിച്ചോ, ആർക്കും തരണ്ട. കഴിച്ചോ. ഇനി വേറെ അടുത്ത് പോയിട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞു നീ വിഷമിക്കരുത്. രണ്ടും കൂടി തിന്നിട്ട് ഒരെണ്ണം മാമിക്ക് കൊണ്ട് കൊടുക്കും. ചെല്ല്. അവക്ക് എന്തിനു കൊടുക്കണേ? എന്ത് എന്തിനെല്ലാം കൂടി തിന്നാൻ പോകണോ? അല്ലെങ്കിൽ ഒരു കാര്യം മക്കളെ, ഒരെണ്ണം കൊണ്ട് കൂടെ വെക്ക്. അവളെടുത്ത് അവളെ ആക്രാന്ത മൂത്ത തിന്നാൻ പറ. അവളെടുത്ത് വേമാട്ടെ ഇത് അടുത്ത് പോവും. മനസ്സിലാക്കട്ടെ നമ്മളെ രീതി എങ്ങനെയാണ്, അവളുടെ രീതി എങ്ങനെയാണെന്നൊക്കെ. കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അല്ലേ ഈ പൊടി കൊച്ചിനെ ഒരു ശകലം ഒരു മര്യാദ, ഒരു സ്പൂൺ ആ കൊച്ചിനോട് വെച്ചേക്കാത്ത അവള്. ഇതൊന്ന് വായിച്ചേ. എന്ത് ഈ താഴെ എഴുതിയേക്കുന്നത്, ഏറ്റവും താഴെ എഴുതിയേക്കുന്നത് വായിച്ചേ. അത് കുഞ്ഞക്ഷരല്ലേ? ശ്രദ്ധിച്ചു നോക്കിയാ കാണാൻ പറ്റും. കണ്ണു പറ്റണില്ല. നോക്ക്, ഞാൻ വായിച്ചു നോക്കട്ടെ. എന്താ നീ നോക്ക്. MRP RS 100 എന്ന് വെച്ചാ 100 രൂപ. ഇതിന് ഒരു ബോട്ടിലിന് 100 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ രണ്ടും കൂടി 200 ആണോ? ബാക്കി 300 ആർക്ക് എന്തിനു വേണ്ടി കൊണ്ടുപോയി നിങ്ങള്? 500 രൂപ നിങ്ങൾ എന്റെ ഇന്ന് മേടിച്ചത് എന്തിനാ? ഇപ്പൊ എനിക്കറിയണം. ചോദ്യം ചെയ്യടി. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ചോദ്യം ചെയ്യണം. കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിന് കണക്കായി, കാര്യങ്ങളായി, ചോദ്യം ചെയ്യലായി. ഞാൻ എപ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതെ, ഈ ഒരു ഐസ്ക്രീം നീ പറഞ്ഞല്ലോ 200 രൂപയുള്ളൂ, 100 ഇത് വാങ്ങാൻ ആര് പോയി? അവ എവിടെ പോയി വാങ്ങിയത്? സിറ്റിയിൽ പോയി വാങ്ങി. ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് നേരെ അവിടെ പോയി വാങ്ങി, അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തന്നു. വീണ്ടും അയാൾക്ക് തിരിച്ചു പോകണം. ഇതൊക്കെ ചുമ്മാ പറ്റുമോ? അതിന് ചിലവുണ്ട്. അപ്പം നമ്മുടെ കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇച്ചിരി പൈസ ചിലവും, നിനക്ക് അതിൻ്റെ കണക്ക്. ഫണ്ടിലോട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ. അയ്യോ, എന്റെ പാർട്ടി ഫണ്ടിന് നിന്റെ നക്കാപ്പിച്ചൊന്നും വേണ്ട. നീ അത് പറയണ്ട. അത് ഇതുമായിട്ട് കൂട്ടി കളത്തണ്ട കേട്ടാ. പാർട്ടി ഫണ്ട് കൊടുത്താ? കനയമ്മ വന്നമ്മ ഇന്ന് രാവിലെ ഡാഡി ജമന്തിയമ്മ വഴക്ക് പറഞ്ഞില്ലേ? അതൊക്കെ ജമന്തിയമ്മ മാമിന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ പറഞ്ഞാ പിന്നെ എല്ലാം മൂക്കി കയറ്റി കളയും. നീ എടുത്ത് കഴിക്കൊച്ച. ഈ ക്ലീറ്റ് എന്തിനാ ഇപ്പൊ അവളോട് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് വലിയ കൊമ്പ് ഉലിക്ക് അങ്ങോട്ട് പോയി. അവിടെ ചിലപ്പോൾ മിണ്ടാതെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയത്. ഞാൻ അന്നേരമേ പറഞ്ഞല്ലേ പോണ്ടാന്ന്. ഞാൻ മിണ്ടാതെ നിന്ന് എന്താ അറിയുമോ, ഒരു പെണ്ണ് അവളോട് ഞാനല്ല സംസാരിക്കേണ്ടത്. നീ സംസാരിച്ചല്ലോ, അത് മാന്യത. അവൻ പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുക. അപ്പൊ ഞാൻ അവനോട് സംസാരിക്കാം. ജമന്തിയമ്മ വാങ്ങിച്ചല്ലോ അമ്മ. പിന്നെ ഓഹോ, മൂട്ടി കൊടുത്തിട്ടുണ്ട്, എല്ലാം മൂട്ടി കൊടുത്തിട്ടുണ്ട്. അതെ, ഒരു സാധനം വെച്ചാ കാണൂലല്ലേ? അതെ, ആ വെട്ടോത്തി എന്ത് ചെയ്തു ഇവിടെ ഇരുന്ന? വെട്ടോത്തി. അതെ, ഇത് കുറെ നാളായി. ഇന്ന് എന്തേലും വർത്താനം ഉണ്ടെങ്കിൽ തങ്ക എന്റെ വീതം മാറും. ഒരു സാധനോട് വെച്ചാ കാണൂലോ. എന്ത് സാധനം? തങ്കം, ഞാൻ എന്നാ എന്താണ് നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താ? നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? നിന്റെ ഈ പെണ്ണുണ്ടല്ലോ, ഇവള് മാ കുഴപ്പക്കാരിയാ. നാണുണ്ടോടാ നിനക്ക്? ഒരു ഐസ്ക്രീം മാറ്റി 2 പേരോട് കുടിച്ചിട്ട് ഈ കൊച്ചിന് ശകലം അങ്ങനെ കൊടുത്താൽ മതിയാക്കാൻ. എന്നിട്ട് അതിനെ കൊതിപ്പിക്കാൻ വേണ്ടി ടിന്ന് അത് വന്നപ്പോഴത്തെ അതിന്റെ മുമ്പ് വെച്ച് കൊടുത്തല്ലടാ. ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ടില്ല. ഈ അച്ഛനും അമ്മേനെ മേടിച്ചില്ല. എന്റെ അച്ഛനും അമ്മേനെ മേടിച്ച് നീ കള്ളസത്യം ഒന്നും ഇടാൻ നിൽക്കണ്ട. എനിക്കറിയാം ഈ ക്ലീറ്റോ ചേട്ടന് പിന്നെ മനസ്സിലാവും. നാത്തൂനാണ് ഒട്ടും മനസ്സിലാവാത്ത. കടിച്ചു കയറാൻ വരുവാ. എന്റെ കൈ അങ്ങനെ മാങ്ങ പറിക്കാൻ പോകുന്നത്. അവന്റെ ഭാര്യ ചെടിച്ചട്ടിയെടുത്ത് എന്റെ തലക്ക് അടിച്ചിട്ട് അവൻ ഒന്നും പറയാനില്ല. പണ്ട് എന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒന്ന് സംസാരിച്ച അവനെ വീട്ടിൽ പോയി തല്ലണവനാ. നിനക്കൊന്നും പറയാനില്ലല്ലോ. എന്നോട് കാണിക്കണ ഈ പീട്ടും പോരും എന്റെ കൊച്ചിനോട് കാണിച്ച കണ്ടു നിൽക്കാൻ തങ്കത്തിന് പറ്റൂല. മലയാളത്തിലല്ലേ പറഞ്ഞത്? ഞാൻ മേടിച്ചില്ല.
എന്താണത്? കളിക്കുന്നതാ എന്താ അവൻ അടുത്തറിഞ്ഞു നമ്മളെ. ഇറങ്ങിയൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതെ എന്റെ അമ്മാവ ഇവൻ ഇന്നലെ രാത്രി ഇവക്ക് രഹസ്യമായിട്ട് ഐസ്ക്രീം മേടിച്ചോണ്ട് വന്ന് എന്നിട്ട് അത് ഞങ്ങൾക്ക് കൊച്ചിനെ തരാതെ അത് തിന്നത് പോട്ടെ. ഇന്ന് രാവിലെ കൊച്ചു അവിടെ ചെന്നപ്പോഴത്തേന് ഇവിടെ അത് കാണിച്ച് കൊതിപ്പിച്ചേക്കണ്. അപ്പൊ ഞങ്ങളെ ചോദിക്കണ്ടേ അതെന്താടി നീ കൊച്ചിന് കൊടുക്കാണ്ട് ഐസ്ക്രീം തിന്ന്? അമ്മ നമ്മള് മേടിച്ചില്ല. മേടിച്ചെന്ന്. അതെങ്ങനെ നിങ്ങൾ പറയണം? അവരങ്ങനെ ഇത് ചെയ്യോ? ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണം അവനാ. അപ്പൊ ഈ കൊച്ചിന് ഐസ്ക്രീം കൊടുക്കണ്ട അനാവശ്യം പറയരുത്. കടം മേടിക്കും അവനോട്, അല്ലാതെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അവനൊന്നുമല്ല. നീ അത് പറയണം. ആ പറയും. അവളെ സമ്മതിച്ചെന്ന് ഐസ്ക്രീം മേടിച്ചെന്ന്. എവിടെ ബുദ്ധിയാണ്, എവിടെ ബുദ്ധി? ഇവിടെ മേടിച്ചില്ല. മേടിച്ചില്ല. എന്താ നിങ്ങൾ ഈ പറയണ? അവര് പറയുന്നത് വിശ്വസിക്കേ? അവരങ്ങനെ ചെയ്യാറില്ലല്ലോ ഇതുവരെ. അമ്മാവാ എവിടെ ഐസ്ക്രീം? എവിടെ ഐസ്ക്രീമിന്റെ പെട്ടി? എവിടെ? ഈ ഒരു കുന്ത എവിടെയാണ് കണ്ടിട്ടാണ് ഈ പ്രശ്നത്തിലായത്. അമ്മാവ ഇതവിടെ താഴെ കിടന്നതാ, ഞാൻ എടുത്ത് മുകളിൽ വെച്ച്. അപ്പൊ ഈ തക്കളി എന്നോട് വന്ന് ചോദിച്ച് നിങ്ങൾ ഐസ്ക്രീം മേടിച്ച് തിന്നാന്ന്. അവളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഐസ്ക്രീം തിന്നത്. അതിന് ഈ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. എന്റെ കൊച്ചിന് ഞാൻ 2 ബോട്ടിൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നമല്ലേ? പ്രശ്നം തന്നെയാണ്. ഏടി പെണ്ണ, ഇത് ഞാൻ ഗുളികെട്ട് വെക്കുന്ന ഡപ്പല്ലേ? ആ ഇപ്പൊ വേറെ പ്ലാസ്റ്റിക്കിന്റെ ഡപ്പ് കിട്ടിയപ്പോ എന്തിനാ ഈ പേപ്പറിന്റെ ഡപ്പാന്ന് കരുതി ഞാൻ അത് കളഞ്ഞു. അതിനെന്താ കുഴപ്പം? കാര്യം അറിയാണ്ട് എടുത്ത് ചാറില്ല നിങ്ങളുടെ പണി. ആദ്യം പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പഠിക്കും. അവരിന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടാ? ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വസിച്ചാ ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതുമാതിരി 100 പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം ഈ എടുത്തുകേട്ടാണ് നിങ്ങളുടെ ഒക്കെ ഈ പ്രശ്നത്തിന് കാരണം. ഐസ്ക്രീമിന്റെ ഒരു 500 രൂപ ഇവിടെ എത്തിച്ചു തന്നോണം. 500 രൂപ? ആ 500 രൂപ. ഞാനെന്താ 500 വെറുതെ നീ വീണ്ടും തർക്കത്തിന് പോവാ. ഐസ്ക്രീം മേടിച്ചല്ലേ? നമ്മുടെ കൊച്ചിനല്ലേ? ആണ്ട് കൊടുത്തേക്ക്. എന്ത്? എനിക്കത് നോക്കാൻ പാടില്ലേ? നോക്കണ്ടേ? അത് വന്നേ. ഇതല്ല, ഇത് ഞാൻ അവക്ക് കൊടുത്തതാ. ആ പുള്ളക്കല്ല് ഇങ്ങ് നീക്കിത്ത. ആ കുഴവ് ഇങ്ങ് നീക്കി തരാൻ. Alien versus Alien.